ബാരിക്കേഡുകൾ, കോൺക്രീറ്റ് മതിലുകൾ, കണ്ടെയ്നറിൽ മണ്ണ് നിറച്ച മതിലുകൾ, ഇരുമ്പുവേലി, മുള്ളാണികൾ, കൂടാതെ ഇന്റർനെറ്റ് റദ്ദാക്കലും 144ന്റെ പ്രഖ്യാപനവും. ഡൽഹിയിലെ കർഷക സമരത്തെ നേരിടാൻ പോലീസ് യുദ്ധസമാനമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. 2020 ശേഷം ഡൽഹി വീണ്ടും ഒരു കാർഷിക സമരത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവരെ തടയുന്നതിനുള്ള സർവ്വസന്നാഹങ്ങളുമായി ഡൽഹി പോലീസും തയ്യാറാണ്. ഒന്നാം കർഷക സമരം നടന്നപ്പോൾ കർഷകർക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ ഒരു പടി മുന്നിൽ എന്ന രീതിയിൽ 1500 ട്രാക്ടറുകളും 500 വാഹനങ്ങളും ഏതാണ്ട് 6 മാസത്തേക്ക് വേണ്ട ധാന്യങ്ങളും ഒക്കെയായി ഒരു നീണ്ട സമരത്തിന് തയ്യാറായിട്ടാണ് കർഷകർ ഡൽഹി മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. വീണ്ടും ഡൽഹി ഒരു കർഷക സമരത്തിലേക്ക് പോയത് എന്തുകൊണ്ട്? ഇത്തവണ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണ്? കേന്ദ്രം ഈ സമരത്തെ എങ്ങനെ നേരിടും? പരിശോധിക്കാം. 2021 ഒരു വർഷം നീണ്ടുനിന്ന കർഷക സമരം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ സർക്കാർ നൽകിയ ഒരു ഉറപ്പും പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് 200ഓളം കർഷക സംഘടനകൾ വീണ്ടും ദില്ലി ചലോ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം പാസാക്കണം, സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങളായ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണം, കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം, ലഖീംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കണം, കാർഷിക കടങ്ങൾ എഴുതി തള്ളണം, സ്വതന്ത്ര വ്യാപാര കരാറുകൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘടനകൾ വീണ്ടും ഡൽഹിയിലേക്ക് സമരത്തിനെത്തിയിരിക്കുന്നത്. ഒന്നാം കർഷക സമരത്തിൽ സിഖ് മതസ്ഥരുടെ പ്രധാന ആരാധനാ ദിവസമായ ഗുരുനാനാക്ക് ജയന്തിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദമായ 3 കാർഷിക നിയമങ്ങളും പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത്. ഒന്നാം ദില്ലി ചലോ മാർച്ച് തുടങ്ങിയിട്ട് 365 ദിവസങ്ങളാകാൻ വെറും 7 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴായിരുന്നു പ്രധാനമന്ത്രി നിയമങ്ങൾ നിരുപാധികം പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത്. 2020 നടന്ന കർഷക സമരം അവസാനിപ്പിക്കുമ്പോൾ കർഷകർക്ക് കേന്ദ്രം നൽകിയ ഉറപ്പുകളിൽ താങ്ങുവില നടപ്പിലാക്കുമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇത് രണ്ടും വൈകിക്കുന്നതിനെതിരെ ഏറെ കാലമായി കർഷക സംഘടനകൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ, കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദില്ലി ചലോ എന്ന പേരിൽ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2020 പ്രതിഷേധത്തിന്റെ 2 പ്രമുഖ നേതാക്കളായിരുന്നു രാകേഷ് ടിക്കായത്തും ഗുർനാം സിംഗ് ചാരുണിയും. എന്നാൽ 4 വർഷത്തിന് ശേഷം വീണ്ടും കർഷകർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇരുവരും മുൻപന്തിയിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. സംയുക്ത കിസാൻ മോർച്ച നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളും കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാൻ സിംഗ് പന്തേറുമാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കർഷക സമരത്തിന്റെ 2ാം വരവിന് കാഹളം മുഴങ്ങിയിരിക്കുകയാണ്. പഞ്ചാബിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷകർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കർഷക രോഷം പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ദില്ലി ചലോ മാർച്ചിന് മുൻപ് തന്നെ സർക്കാർ ചർച്ചകളും ആരംഭിച്ചിരുന്നു. കർഷക നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച ഫെബ്രുവരി 8-നും 2ാമത്തെ കൂടിക്കാഴ്ച ഫെബ്രുവരി 12-നും നടന്നിരുന്നു. 2020-21 പ്രക്ഷോഭത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കെതിരായ എല്ലാ കേസുകളും പിൻവലിക്കണമെന്ന ആവശ്യം സർക്കാർ ഇതിലൂടെ അംഗീകരിച്ചു. എന്നാൽ താങ്ങുവില അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടുക്കുന്ന ഈ വേളയിൽ കർഷകരോഷം അമിതമായി മാറാതിരിക്കാൻ കേന്ദ്രം കീഴടങ്ങുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്ത്രം മെനയുമോ എന്നാണ് ഇനി കാണേണ്ടത്.